ഇവിടെ മൂതുണ്ട്, തൊട്ടാവാടിയുണ്ട്, മുള്ളാണേ. ഹായ് ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് എൻ്റെ അമ്മൂസിൻ്റെ മൂന്നാമത്തെ ചോറൂണാണ്. ഇതോടുകൂടി ചോറൂണ് നിർത്തലാക്കി. എൻ്റെ മാമൻ്റെ മോള് നേർന്നതാണ്. ഞാൻ 4-5 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അവളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നിൻ്റെ മോക്ക് ഞാൻ ചോറൂണ് ഇവിടെ നേരിട്ട്, നീ ഇവിടെ വന്ന് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പെട്ടെന്ന് അറിയാണ്ട് പറഞ്ഞു മോളാണെന്ന്. എനിക്കൊരു സുന്ദരി മോളെ തന്നെ കിട്ടിയേ, ഭയങ്കര സന്തോഷം. അന്ന് അവൾ പറഞ്ഞതുപോലെ തന്നെ നടന്നു. അപ്പോൾ രാവിലെ എണീറ്റു, പല്ലൊക്കെ തേച്ച് കുളിച്ചു, വിളക്കും കത്തിച്ചു. രാവിലെ പോകണം. 7:30-8 മണിക്കൊക്കെ അവളുടെ വീട്ടിൽ നിന്ന് അവൾ ചപ്പാത്താണ് സ്ഥലം. അപ്പോൾ രാവിലെ ഇവിടുന്ന് 2 വീലറിൽ വേണം ഞാനും മോനും മോളും ഒക്കെ പോവേണ്ടേ. ചേട്ടന് വരാൻ പറ്റിയില്ല, ജോലിയുടെ തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. ഞാൻ രാവിലെ എണീറ്റപ്പോഴേ മോളും എണീറ്റു കേട്ടോ. അവൾ പിന്നെ ഫീഡ് ചെയ്തപ്പോഴത്തേക്ക് അവൾ വീണ്ടും കിടന്നുറങ്ങി. ഞാൻ ആ സമയം കൊണ്ട് ഫ്രഷ് ആവാമല്ലോ. കാരണം അവൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി നടക്കത്തില്ല. ഞാനങ്ങനെ കൊണ്ടുപോകാനുള്ള കുറുക്കെല്ലാം തയ്യാറാക്കി വെച്ചു, ബോട്ടിൽസ് എല്ലാം എടുത്ത് വെച്ചു, ടവൽ. അപ്പോൾ കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാൻ അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചു. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ മോളെ എണീപ്പിച്ചത്. കസിൻ്റെ വീട്ടിൽ ഞാൻ അവിടുത്തെ വീട്ടിൽ പാല് കാച്ചിനെ പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് റൂട്ട് അങ്ങനെ അറിയില്ല. ഞാൻ വിചാരിച്ചു പേയാട് വരെ പോയിട്ട് അവിടുന്ന് ലൈവ് ലൊക്കേഷൻ അങ്ങനെ വാട്സപ്പിൽ ഇട്ടിട്ട് അങ്ങനെ പോകാമെന്ന് ചോദിച്ചു. കോഫിയൊക്കെ ഇട്ട് ഞാൻ മുറി ചെന്നപ്പോഴത്തേക്കും ആൾ ഉറക്കി എണീറ്റ് അങ്ങനെ നിൽക്കുക. രാവിലെ ഒരു നല്ലൊരു ചിരിയുണ്ട്, വല്ലാത്ത പോസിറ്റീവാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. പോവാ നമുക്ക് ടാറ്റ പോവാ. ഞങ്ങൾ ഇറങ്ങി കൊടുക്ക്. വണ്ടിയിലിരുന്ന് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അവൾ ഉറങ്ങും. പിന്നെ നമ്മളെ എവിടെയാണോ ലൊക്കേഷൻ, ഏത് ലൊക്കേഷനാണ് എത്തേണ്ടത് അവിടെ എത്തുമ്പോഴേ അവൾ കണ്ണ് ഉറക്കത്തുള്ളൂ. അതുവരെ നല്ല ഉറക്കമായിരിക്കും. കാറ്റൊന്നും അടിക്കത്തില്ല, ചെവിയൊക്കെ കവർ ചെയ്തായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് സുഖമായിട്ട് അവളൊരു ഉറക്കം അതിലിരുന്നിട്ട്. ഞാൻ പോയത് പൂജപ്പുര വഴി തിരുമല പേയാട് വഴിയാണ് കയറിപ്പോയത്. പേയാട് എത്തിയപ്പോഴത്തേക്ക് ലൊക്കേഷൻ എത്തുമ്പോൾ പിന്നെ എനിക്കൊരു ഗൂഗിൾ ഭയങ്കര പേടിയാണ്, ഇടയ്ക്കിടയ്ക്ക് എന്നെ ചതിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് വിളപ്പിശാലയാണേ. നമ്മളിവിടുത്തെ സിറ്റിയിലെ ഒരു ചൂടോ ഒന്നുമില്ല, എന്ത് സുഖമാണെന്നറിയാം അവിടെ. അയ്യോ, ഇപ്പം മാങ്ങച്ചോട്ട് തറയെ കിടന്നേ ഞാൻ. വടി വല്ല വവ്വാലും കൊത്തി ഇട്ടതായിരിക്കും, വല്ല അസുഖം വരും. എൻ്റെ മോന് സായിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ. അവിടെ നല്ല കാറ്റൊക്കെ ആയിട്ട് അയ്യോ അപ്പോൾ പറഞ്ഞു പറയുന്നത് അമ്മ നല്ല കാറ്റമ്മ നല്ല കാറ്റമ്മ. എവിടെ പോവാ അടി പെണ്ണെ? ഞാനങ്ങനെ വലിയ ദൂര യാത്രകളൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്ഥലം എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം, ഇതേപോലൊരു സ്ഥലത്തൊരു വീട് വെക്കണം. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്. എനിക്ക് എന്തെന്നല്ല അവിടെ ഭയങ്കര ഇഷ്ടമായി. മുക്കിന് മാങ്ങ മരം, അയ്യോ എന്തോരം മാങ്ങ എന്നറിയാതെ അവിടെ കിടക്കുന്ന ആരും എടുക്കത്തില്ല. പിന്നെ ആ സൈഡിലൂടെ ചെറിയൊരു അരുവിയാണെന്ന് തോന്നുന്നു, പക്ഷേ വെള്ളമൊന്നുമില്ല. വെറിയല്ലേ, വെറി എന്ന് വെച്ചാൽ ചൂടല്ലേ വെയിലല്ലേ, ഇനി അത് വേറെ എവിടെ നിന്ന് എന്തെങ്കിലും വാക്കാമെന്ന് എനിക്കറിയത്തില്ല. നമ്മളിവിടെ തിരുവനന്തപുരംകാർ വെറിയാന്ന് പറയും വെയിലിനെ. പിന്നെ അവിടെയുള്ള ഓട്ടോക്കാരൻ്റെ അമ്മയും നമുക്കിവിടെ ഒരു 50-60 രൂപയുടെ ഓട്ടത്തിന് അവിടെ ഒരു 100 രൂപ മേടിക്കുന്നത്. നമ്മൾ കുറച്ച് ദൂരം നേരത്തെ താഴോട്ട് ഇറങ്ങിയിട്ടാണ് നടന്നു വന്നത്. കാര്യം ഇനിയും പോയ ഒരാൾ 200 രൂപ മേടിക്കും. അവിടെ നിന്ന് കുറച്ച് നടന്നപ്പോഴത്തേക്കും ഞങ്ങൾ അമ്പലം എത്തി. വല്ലാത്തൊരു വൈബാണ് അമ്പലം, എന്ത് പറയാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ. ഒരു എന്താ പറയുക, ഒരു പൊല്യൂഷനോ ഒരു സൗണ്ടോ ഒന്നുമില്ല. നമുക്ക് ഭയങ്കര കാമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. കസിൻ്റെ കുടുംബകോവിലാണ്. അപ്പോൾ എല്ലാ ദിവസവും തുറക്കില്ല, ഏതൊരു സൺഡേയും, മാസത്തിലൊരു സൺഡേയും പിന്നെ ആയില്യത്തിനുമാണ് അവിടെ തുറക്കുന്നത്. ഇതാണ് കേട്ടോ അമ്പലം. അവിടെ ഇരിക്കണം കുറച്ച് നേരം ഇരിക്കണം. എന്ത് ടെൻഷനുണ്ടെങ്കിലും അതങ്ങനെ അങ്ങ് പറന്നു പോകും കാറ്റത്ത്. അത്ര ഒരു വൈബാണ് ആ ഒരു സ്ഥലം. സൗണ്ട്, കിളികളെ സൗണ്ട്. അവിടെ കൂടുതൽ റബ്ബർ തോട്ടം കേട്ടോ, കൂടുതൽ റബ്ബർ തോട്ടമാണ് ഞാൻ കണ്ടത് അവിടെ. പക്ഷെ എനിക്ക് അകത്ത് കയറാൻ പറ്റില്ല, കാര്യം നമുക്ക് ചോറൂണ് സമയത്തല്ലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്തിരിക്കാൻ പറ്റും. അപ്പോൾ അകത്ത് കയറി പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അകത്ത് കയറിയത്. അമ്മ പിന്നെ വായിന്ന് വിരലെടുക്കത്തില്ല. അമ്മനൊരു പ്രത്യേക തരം നമ്മുടെ ചൂണ്ടുവിരലുണ്ടല്ലോ, ചൂണ്ടുവിരലിലാണ് ആൾ
സക്ക് ചെയ്യുന്നത്. ഒരു പായും പലകയും ഇട്ടിട്ട് ഞങ്ങൾ തിരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പോറ്റി പോയി വിളക്കും കത്തിച്ചു, ചോറ് കൊണ്ട സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ടുവച്ചു. ഒരു നന്നായിട്ടാണ് ചെയ്തത് കേട്ടോ. ഞാൻ മുമ്പ് ചെയ്തെടുത്ത് ഓരോ സ്ഥലത്ത് ഓരോ രീതിയായിരിക്കും, പക്ഷേ ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, ഹാരമൊക്കെ ഇട്ടിട്ട് എനിക്കിത് ഭയങ്കര ഒരു ഇഷ്ടമായി. എൻ്റെ മോളെ കഴുത്തിൽ ഹാരമൊക്കെ ഇട്ട് ദീപമൊക്കെ കാണിച്ചിട്ട് അവളുടെ കൈ കഴുകി, എൻ്റെ കൈ അവളുടെ കൈ കഴുകിയിട്ടാണ് അത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ എന്തോ ഒരു ചിട്ടയായ രീതിയിലാണ് അവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പായസം, വെള്ളച്ചോറ്, പഴം, തേന്, പിന്നെ പുളിയും മുളകും കൂടെ ഞെരടി വെച്ച് അതും വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അത് ഞെരടി പുളിയും നമ്മൾ വറ്റൽമുളകും പുളിയും കൂടെ ഞെരടി വെച്ചതാണ്. മുളക് കണ്ടപ്പോഴേ എനിക്ക് ടെൻഷനായി. പിന്നെ കസിനാണെന്ന് പറഞ്ഞ് കുറച്ച് കൊടുത്താൽ മതി. അതാണ് ഞാൻ ആ എക്സ്പ്രഷൻ ഇട്ടേ. കുഞ്ഞല്ലേ, ഒരുപാട് വയ്ക്കും. ഇതിന് മുന്നേ അമ്പലത്തിൽ പോയപ്പോഴും മുളക് അവൾ കഴിച്ചു, പക്ഷേ കുഴപ്പമില്ല, അവളത് കരച്ചിലും ബഹളവും ഒന്നുമില്ല, എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. ഇത് എൻ്റെയും മോളുടെ കൈ കഴുകാൻ പറഞ്ഞ കേട്ടോ. കൈ കഴുകിയിട്ടാണ് അത് തുടങ്ങുന്നത് തന്നെ. അവളതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, പോറ്റി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. കഴിഞ്ഞ വർഷം ചെയ്തപ്പോഴും ഭയങ്കര ചിരിയായിരുന്നു. അതേപോലെ പൊട്ടിയെ നോക്കി ചിരിക്കുകയാണ്. പൊട്ടി മന്ത്രമൊക്കെ ജപിച്ചിട്ടാണ് തുടങ്ങിയത്. ചന്ദനമൊക്കെ ഇട്ടപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആൾ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട് പൊറ്റിയെ നോക്കിയിട്ട്. ചന്ദനം ഇട്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു നാണമൊക്കെ വന്നിട്ട് എൻ്റെ മുഖത്ത് വെക്കുക. അവൾക്ക് ഭയങ്കര ചിരിയാണ്. പോറ്റിക്കും ചിരി വരുന്നു, പക്ഷെ പോറ്റി ചിരിക്കാണ്ട് പിടിച്ച് വയ്ക്കുക കേട്ടോ. അവൾ പോറ്റിയെ തന്നെ കണ്ടെടുക്കാണ്ട് നോക്കുകയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ചോറ് പുളിയും മുളകും കൂടെ എടുത്ത് ഞെരടി കൊടുക്കാൻ പറഞ്ഞു. അയാളുടേക്ക് ഹാരം ഇട്ടു. ഇത് കൂവളം പറഞ്ഞു. ഭയങ്കര ഇഷ്ടമായിട്ടോ. കാര്യം ഭഗവാന്റെ കഴുത്തിൽ കിടന്ന മാലയാണ് എടുത്ത് അമ്മൂസിന് ഇട്ടത്. അപ്പോൾ എന്തോ വല്ലാത്തൊരു എന്ത് പറയും, എനിക്ക് ശിവനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശിവഭഗവാന്റെ കൂവളമാല എടുത്തിട്ട് കഴുത്തിയിട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക്. നന്നായിട്ട് ഞെരടി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. കാര്യം കുഞ്ഞല്ലേ, തൊണ്ടയിൽ ഒട്ടി പിടിക്കുകയോ അത് ഓക്കാനിക്കുകയൊക്കെ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഞെരടി കൊടുക്കാൻ പറഞ്ഞു. ആദ്യം എൻ്റെ കയ്യിൽ കുറേ ചോറ് വന്നു, അതുപോലെ അത്രയും കൊടുക്കില്ലേ, കുറച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം കൊടുത്തപ്പോൾ വാ തുറന്നു, എക്സ്പ്രഷനൊക്കെ ഇട്ട്. കാര്യം കൂടുതൽ ഞാൻ പുളിയാനെടുത്തത്. മുളക് അത്ര അറിയുന്നില്ല എരിവ്, കുറച്ച് ഞെരടിയുള്ളൂ. പുളിയാണല്ലോ മുന്നിട്ട് നിൽക്കുന്നത്. അമ്മൂസിൻ്റെ എക്സ്പ്രഷൻ, അമ്മൂസ് പോറ്റി നോക്കി, എന്നാലും എൻ്റെ പോറ്റി എന്നോടത്ത് ഈ ചതി. പിന്നെ അങ്ങോട്ട് വെച്ചപ്പോൾ വാ തുറക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. വാ കൂട്ടി പിടിച്ചു. അവൾ എന്നിട്ട് സൈഡിൽ കൂടെ തുപ്പി വെളിയിൽ കളയുന്നുണ്ട്. കുഞ്ഞല്ലേ, അവൾക്കത് പറ്റുന്നില്ല. പുളിയാണ് പറ്റാത്തതെന്ന് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. 3 പ്രാവശ്യം വെക്കാൻ പറഞ്ഞു. 3 പ്രാവശ്യം വെച്ചു. അത് കഴിഞ്ഞ് കൈ കഴുകിയിട്ട് പായസം കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ ശർക്കര പായസം ഇല്ലേ, ശർക്കര പായസം അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് തുറക്കുന്നില്ല വാ. കാര്യം അവൾ ചോറാണോ പുളിയാണോ കൊടുക്കുന്നതിൻ്റെ ഒപ്പിടിച്ചിട്ടായിരിക്കും തുറക്കുന്നില്ല. പിന്നെ പോറ്റിയെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. പോറ്റി പറയുന്നതൊക്കെ അവൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ശർക്കര പായസം അതുപോലെ 3 പ്രാവശ്യം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പതുക്കെ കൊടുക്കുന്നത് തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് പഴവും നെയ്യും കൂടെ കൊടുക്കാൻ പറഞ്ഞു. പഴവും നെയ്യല്ല, പഴവും തേനും കേട്ടോ കൊടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് വെള്ളം തന്നു. വെള്ളവും കൊടുക്കാൻ പറഞ്ഞു. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ 3 പേര് കൊടുക്കാൻ പറഞ്ഞു. 3 പേരുടെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ മോന് ഇതേപോലെ കൊടുത്തു. ഒരു പ്രാവശ്യം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മോൻ കൊടുത്തു. പിന്നെ കസിൻ കൊടുത്തു. ഞാനത് ഈ 3 പേര് കൊടുക്കുന്ന കാര്യം പറയാൻ ശ്രദ്ധിച്ചു. ഞാൻ കസിൻ്റെ മോളെയും കൂടെ കൊണ്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ 3 പേര് കൊണ്ട് നിർത്താൻ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ കസിനും കൂടെ കൊടുത്തിട്ട് അതങ്ങ് നിർത്തി. അവളും വെള്ളച്ചോറും പായസമാണെന്ന് തോന്നുന്നത്. അവൾ പായസം എടുത്ത് കൊടുത്തത്. അമ്മൂസ് നോക്കുന്നുണ്ട്. പിന്നെ വലിയ കുഴപ്പമില്ല. പുളിയും ആ ഒരു ചെറിയ എരിവിൻ്റെ ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷൻ എടുത്ത് അമ്മൂസ് വായിൽ വെക്കുന്നുണ്ടെങ്കിൽ അത് സൈഡിൽ കൂടെ എല്ലാം പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിക്കാനുള്ള അത്ര ആയിട്ടില്ലല്ലോ, 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ കസിൻ തന്നെയാണ് കുറച്ചുകൂടെ അത് പ്രസ് ചെയ്തിട്ട് വായിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ അത് കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പോറ്റി പിച്ചിമാല, ഹാരമല്ല മാലയാണ്, പിച്ചിയുടെ മാല കൊണ്ടുവന്ന് ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചടങ്ങായിരിക്കണം കഴിച്ച് കഴിഞ്ഞിട്ട് പിച്ചിമാല ഇടുന്നത്. പിന്നീട് മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് പിന്നെ എണീക്കാൻ പറഞ്ഞു. പൂക്കളൊക്കെ ഇട്ട് പിന്നെ ആരതി കാണിച്ചിട്ടോ, ദീപം കാണിച്ചു. അതൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു വൈബ് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, മുമ്പ് നടത്തിയെടുത്തൊന്നും അങ്ങനെ ആരതിയൊന്നും ഒഴിഞ്ഞിട്ടൊന്നുമില്ല. ആരതി ഒഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ എണീക്കാൻ പറഞ്ഞു. എന്നിട്ട് മോൻ്റെ അടുത്ത് ഇലയുണ്ടല്ലോ, നമ്മൾ അന്നം കൊടുത്ത ആ ഇലയും പ്രസാദം അതങ്ങനെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എടുത്തു.
ബാഗിലാക്കി. ഇവിടെ ചോറ് കൂടെ കഴിഞ്ഞു. ഇനി എല്ലാം വീട്ടിലെ ഫുഡൊക്കെ അവൾക്ക് കൊടുക്കണം. 7 തുടങ്ങി, അപ്പോൾ 6 കഴിഞ്ഞ് 7 തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അതിനിടയ്ക്ക് മോൻ കൈ നീട്ടിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലാണ് പ്രസാദം തന്നെ. പിന്നെ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. ഇത് കസിൻ്റെ മോളാട്ടാ. മോനും കൂടെ ഉണ്ട്, കൊണ്ടുവന്നില്ല. മോനും തന്നെയാണ് പേര്, മോനിട്ടുള്ള പേര്. എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എൻ്റെ മോൻ വന്ന് നിൽക്കുക. അപ്പോൾ അവൾ പുറകിലായപ്പോൾ അവളെ ഇപ്പുറത്തെ സൈഡിൽ നിർത്തിയിട്ട് പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. പിന്നെ അല്ലാണ്ടൊരു വേറൊരു അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. റിലേറ്റീവ്, കസിൻ്റെ റിലേറ്റീവ് തന്നെയാണ് അച്ഛൻ. ഒരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ കയ്യിലാട്ടപ്പോൾ കുഞ്ഞിരിക്കുന്നത്. പിന്നെ ഇച്ചിരി വെയിലായി അവിടെ. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ രാവിലെ ചൂട് തുടങ്ങും, പക്ഷെ അവിടെ അങ്ങനെയൊന്നുമല്ല. ഉച്ചയായിട്ടാണ് ചൂട് തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ ഉച്ചയൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. വൈകിട്ടൊക്കെ ആയപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരു മഴക്കോളുണ്ടായിരുന്നു. മോളെ കൊണ്ട് വരുന്നില്ല പെട്ടപ്പോൾ. ഇനി മഴ തോർന്നിട്ട് ഇറങ്ങാമെന്ന് വെച്ച് നടക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്നാലും ഇടയ്ക്കിടയ്ക്ക് മഴ ഇച്ചിരി കനത്തപ്പോഴത്തേക്കും വഴിയിലൊക്കെ നിന്നു, കടകളിലൊക്കെ നിന്ന്. ഞായറാഴ്ചയും കൂടെ കടകളൊന്നുമില്ല. പിന്നെ കുറേ വന്നപ്പോഴത്തേക്ക് ആൾക്ക് വിഷമം. അപ്പോൾ ഞാൻ കുറുക്കം ഉണ്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്, കസിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ ഇറങ്ങിയിട്ട് അവിടെ വെച്ച് കുറുക്കെല്ലാം കൊടുത്തിട്ടാണ് പിന്നെ വീട്ടിലോട്ട് പോയത്. ചേട്ടൻ്റെ ഷോപ്പിൽ നിന്ന്, കടയിൽ നിന്ന് താക്കോൽ ചേട്ടനാണ് കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് താക്കോലും വേണം. അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മ്യൂസിയത്തിൽ ഇറങ്ങിയത്. മ്യൂസിയത്തിൽ ഇറങ്ങി അവൾക്ക് ഫുഡും കൊടുത്ത്. ഇപ്പോൾ കുറുക്ക് കഴിക്കണമെങ്കിൽ ഭയങ്കര മടിയാണ്. പിന്നെ എന്താണ് മ്യൂസിയത്തിൽ വന്നപ്പോഴത്തേക്ക് അവിടെ ചുറ്റും കാണാനൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി അവൾ കുറുക്ക് അത്രയും കഴിച്ചു. നമ്മൾ ഇരുന്നില്ല, കാരണം ഇനി നിന്ന് മഴ പെയ്താലേ പ്രശ്നമാവും. കുഞ്ഞല്ലേ, കയ്യിൽ കുടയൊന്നുമില്ല. നമ്മൾ 2 വീലറല്ലേ യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, വേറെ നിവർത്തിയില്ല. നിൽക്കണമെന്നുണ്ടായിരുന്നു. അപ്പുറത്ത് കനകക്കുന്നിലെ ഫെസ്റ്റിവൽ നടക്കുമല്ലേ, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. മോനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ പിന്നെ വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. ഇനി മഴ പെയ്താൽ പണിയാവും. പ്ലാൻ ചെയ്താൽ ഒരു കാര്യം നടക്കത്തില്ല. അത് കറക്റ്റാണ് എൻ്റെ ലൈഫിൽ. എന്ത് പ്ലാൻ ചെയ്താൽ ആ ഒരു കാര്യം നടക്കത്തില്ല. അപ്പോൾ അവൻ പറയും ചെയ്തു, അമ്മ ഈ പ്ലാൻ ചെയ്യണക്ക് വെറുതെയാണ്, വിചാരിക്കാണ്ട് വന്നാലേ നടക്കുള്ളൂ. ഞാൻ പിന്നെ കൊണ്ടുവരാൻ പോന്ന വിഷമിക്കല്ലെന്ന് പറഞ്ഞു. അവന് ഇങ്ങനെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വൈകിട്ടത്തെ വീട്ടിലെത്തി. നൈറ്റ് ആയപ്പോഴത്തേക്കും വീട്ടിലുണ്ടാക്കി കഴിക്കാമെന്ന് എനിക്ക് വയ്യ. ഞാൻ ആകെ ക്ഷീണിച്ച് വണ്ടി എത്ര നേരം ഓട്ടിച്ച് വന്നില്ല. അപ്പോൾ ഞങ്ങൾ പുറത്ത് മണക്കാട് പോയി പുതിയൊരു ഹോട്ടൽ പറഞ്ഞിട്ട് റാഹത്ത് പഴയൊരു റാഹത്ത് ഉണ്ടായിരുന്നു, പുതിയ റാഹത്താണ്. പിന്നെ പുറത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ